ഈ മരിച്ചുപോയ ആളെ സൈബർ ബുള്ളി ചെയ്തില്ലാരും. അയാൾ ചെയ്തൊരു കാര്യം വീഡിയോ എടുത്ത് ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി പബ്ലിഷ് ചെയ്യുവാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈബർ ബുള്ളിങ്ങും കേസും അറസ്റ്റും റിമാൻഡും മാനഹാനിയും എല്ലാം ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഷിംജിതയ്ക്കാണ്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ചെയ്ത തെറ്റെന്താണ് അങ്ങനെയാണെങ്കിൽ? വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് തെറ്റോ കുറ്റോ ആണെന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഇൻസിഡന്റ് വരുമ്പോൾ ഈ നാട്ടുകാരും മീഡിയയും പോലീസ് അടക്കമുള്ളവര് ഇത്രയും നാളും ഇത് കണ്ടിട്ട് മിണ്ടായിരുന്നവരാണ്. ഇത് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വീഡിയോ ഇടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ആർക്കെങ്കിലും അറിയാം അങ്ങനെ വീഡിയോ ഇടണ്ടെന്ന്? അതല്ലേ ഇതിന്റെ കുഴപ്പം. അപ്പൊ ആ പെണ്ണ് തെറ്റുകാരിയാണെന്ന് എങ്ങനെയാ? എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തതിന് ഇങ്ങനെ തെറ്റാവുന്നേ. അപ്പൊ അതിനകത്ത് വേറൊരാൾ ആരും ചെയ്യാത്ത പോലെ ചെയ്തു. ഇങ്ങനെ ഇതിനു മുമ്പ് വന്ന വീഡിയോകളിൽ ഉണ്ടായിരുന്ന സവാദോ അല്ലെ മറ്റേ വല്യപ്പനോ മറ്റോരോ മറിച്ചോരോ ആരും ചെയ്യാത്തൊരു കാര്യം അയാളല്ലേ ചെയ്തത്. മാത്രമല്ല ആത്മഹത്യാ ശ്രമം കുറ്റാർഹവുമാണ്, പണിഷബിൾ ഒഫൻസ് ആണ്. അയാൾ ശ്രമിച്ചു, സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് അയാൾക്ക് ആ കേസ് കൂടെ കിട്ടിയേനെ. അയാൾ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം 100% അയാൾ തട്ടിയിട്ടുണ്ട്. ഈ പെണ്ണിനെ മാത്രമല്ല, അപ്പുറത്ത് മറ്റേ വേറെ പെണ്ണുണ്ട്, അവളെയും തട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനെ കണ്ടെത്തിയ പ്രശ്നം തീർന്നു. ആ പെണ്ണിനോട് പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. അവരെ പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്തു. ആരെയാ? ഷിംജിതെ അറസ്റ്റ് ചെയ്ത് ഷോ കാണിക്കുക. എന്നിട്ട് നാട്ടുകാരെല്ലാം പറയുന്നു ഷിംജിത തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളുടെ അമ്മയുടെ കരച്ചിലും ഇതൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളുടെ അമ്മയ്ക്കും ഇപ്പൊ ഷിംജിതയുടെ അമ്മയും കുടുംബക്കാരെല്ലാം കൂടെ വന്ന് കരയുക, അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച് അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിന്നെ നിയമം മാറ്റുമോ? എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാൻ മാറ്റുക. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ദീപക് എന്ന് പറഞ്ഞ ആ പെൺകുട്ടികളെ തട്ടുന്നുണ്ട്. ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ട് വിളിച്ച് പറ. ആ ഷിംജിതയെ സഹായിക്കും. മറ്റേ പെണ്ണില്ലേ ആ ബസ്സിൽ മറ്റേ വേറെ പെൺകുച്ചുണ്ടായിരുന്നല്ലോ, അവിടെ നെഞ്ചത്ത് തട്ടിയപ്പോഴാണല്ലോ ഇവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ പെണ്ണ് പുറകെ പോയി നിന്ന് കൊടുത്തു എന്ന് പറയുന്നു. അത് അതിലും വലിയ മണ്ടത്തിലാണ്. നിന്ന് കൊടുത്തല്ല, അവള് അതിന് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നാണ്. അപ്പൊ അവളെയും അയാൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ് ആ വീഡിയോ കാണുന്നത്. ഇത്രയും വ്യക്തമായ തെളിവുള്ളപ്പോൾ ഷിംജിത ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയുന്നതിനകത്ത് അതൊരു വളച്ചൊടിക്കലാണ്. ആദ്യം പറഞ്ഞത് ഇയാൾ ഒന്നും ചെയ്തിട്ടില്ല, ഇയാൾ തൊട്ടിട്ടേ ഇല്ല, ഇയാൾ തട്ടിയപ്പോൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയതാണ്. അതിനൊരു സാധ്യതയില്ല. ഇയാൾ കയ്യിൽ പെട്ടി പിടിച്ചേക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാം, ആ പെട്ടിയും അയാളുടെ പെട്ടി പൊക്കുന്ന രീതിയും. അതായത് ഇപ്പോൾ ഒരു കയ്യിൽ പെട്ടി തൂക്കി പിടിച്ചുകൊണ്ടിരിക്കാനാണ് എളുപ്പം. പക്ഷേ പെണ്ണുങ്ങൾ അടുത്ത് വരുമ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് പെട്ടി ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ പെട്ടി പിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ബാഗ് പിടിക്കുന്നേ, എന്നിട്ട് അയാൾ ഇങ്ങനെ അനങ്ങും. അത് കണ്ടാൽ അയാൾ ഇടിക്കുന്ന തട്ടുന്ന മനഃപൂർവ്വമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടാൽ വേറെ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും? അത് തന്നെ ഷിംജിത ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആൾക്കുണ്ടായ ഗിൽട്ടാണ്. എന്താണ് ഗിൽട്ട് എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്നു എന്നുള്ള ഗിൽറ്റ് മാത്രമല്ല, അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടതിനും ഗിൽട്ടുണ്ടെന്നേ. അയാൾക്കത് പിന്നെ ജയിലിൽ പോകാൻ പേടി, അല്ലെ പോലീസുകാരെടുത്തുകൊണ്ട് പോകും, പത്രങ്ങളിലെല്ലാം വരും, നാളെ മുതൽ ഇയാൾ അപമാനിക്കപ്പെടും എന്നുള്ള പേടി. ഇപ്പോൾ ഷിംജിത നേരിടുന്ന അതേ പ്രശ്നം ഇയാൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിലെ പേടി കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആ പേടിയിൽ ആത്മഹത്യ ചെയ്യുന്നതിന് ഷിംജിത എന്ത് ചെയ്യാനാ? ആ പേടി ഉണ്ടാക്കുന്നത് നിയമം പാലിക്കുന്ന നിയമപാലകരല്ലേ, അല്ലാതെ ഷിംജിതയല്ലോ അയാളെ പേടിപ്പിച്ചത്. അയാളെ പേടിപ്പിക്കുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അല്ലെ നാളെ ഇയാളെ ഉറപ്പായിട്ടും പിടിക്കും. കാരണം ഈ വീഡിയോ കണ്ടാൽ അയാൾ തട്ടുന്നുണ്ട്. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ the driver is wearing a safety pin, the പെണ്ണുങ്ങൾ is wearing a safety pin, this girl's behavior is not good എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആ പെണ്ണ് കൃത്യമായിട്ട് ചെയ്തേക്കുന്നത്. അവൾ അവിടെ നിന്ന് ആ വീഡിയോ എവിഡൻസ് ഉണ്ടാക്കി അത് ആൾക്കാരെ കാണിച്ചു. ഇപ്പോൾ അയാൾ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ എന്നൊരു അവസ്ഥ വെച്ച് നോക്കി അയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യണം. കാരണം അയാൾ അയാൾ തട്ടിയിട്ടുണ്ടെന്ന ഉറപ്പിക്കുന്ന വീഡിയോ ആണ് ഉള്ളത്. അപ്പൊ അത് എങ്ങോട്ട് പോകും? അതുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് പ്രേരണ. അല്ലാതെ ആ പെൺകൊച്ചു വീഡിയോ എടുത്തുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ ആത്മഹത്യ ചെയ്തില്ല. അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് വീഡിയോയിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് അറിയാം അയാൾ എന്താ ചെയ്തത്. അതുകൂടാതെ നമുക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇയാൾ തട്ടുന്നുണ്ട്. അങ്ങനെ രണ്ട് പെണ്ണുങ്ങളെ മാറി മാറി തട്ടിയ ഒരാള് എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇത് ഷിംജിതയുടെ ഒരു ഒറ്റ തെറ്റെന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ആർക്കും അറിയത്തില്ല ചെയ്യാൻ, ആരും പ്രതീക്ഷിക്കത്തില്ല. പബ്ലിക്കിൽ വീഡിയോ ഇടുക എന്നുള്ളത് ഇവിടുത്തെ സർവ്വസാധാരണ സംഭവമാണ്. അത് മാത്രമേ ആ പെണ്ണ് ചെയ്തിട്ടുള്ളൂ. ഒരാൾ മരിക്കുന്നതോടുകൂടി എല്ലാ കഥ മാറണമെന്നൊന്നുമില്ല. അതെങ്ങനെ അങ്ങനെ കഥ മാറ്റുന്നത്? ഒരാൾ മരിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്താൽ ഉടനെ ഞാൻ ചാവുമെന്ന് പറഞ്ഞ ഉടനെ നമ്മളെങ്ങനെ ഇത് മാറ്റി പറയുന്നത്? നമ്മളിവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ് പോലീസ്? പോട്ടെ, ഇപ്പോഴും ഇൻസിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസമായി ഇവർ അന്വേഷിക്കുന്നില്ല മറ്റേ പെൺകൊച്ചിന്റെ കാര്യം. ആ ബസ്സിൽ ഇയാളുടെ ഇപ്പുറത്ത് ആദ്യം നിന്ന പെൺകൊച്ച്, ആ പെൺകൊച്ചിന്റെ ഡിസ്കംഫർട്ട് കണ്ടിട്ടാണ് ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന അയാളുടെ അടുത്തോട്ട് അന്വേഷിച്ചിട്ടേ ഇല്ല. മീഡിയ പോയിട്ടില്ല, പോലീസ് പോയിട്ടില്ല. അവരോട് ചോദിക്കേണ്ട ഇയാൾ തട്ടിയോ ഇല്ലെന്ന്. അല്ലാതെ ഇയാൾ തട്ടിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിക്കുന്നുണ്ട്. അതും ആത്മഹത്യ പ്രേരണയാണ്. ഈ യൂട്യൂബേഴ്സ് എല്ലാം ഷിംജിതയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ഷിംജിത അത് ചെയ്യാത്തത് അവരുടെ വിൽ പവർ കൊണ്ടായിരിക്കും, അവർ സത്യസന്ധമാണ് എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ ഇത്രയും ബുള്ളി ചെയ്യുക, ഹരാസ് ചെയ്യുക, വലിയ കൊലപാതകം എന്ന് വിളിക്കുക, ഇതിനൊക്കെതിരെ അവർ കേസ് കൊടുക്കണം ഈ യൂട്യൂബർക്കെതിരെയൊക്കെ. അങ്ങനെ പറയാൻ എന്തറിഞ്ഞിട്ട് ഇവർ പറഞ്ഞ തെറ്റി ഇവർ പറയുന്നത്.
അവളെ മനഃപൂർവ്വം ഉണ്ടാക്കിയ വീഡിയോ ആണ്, റീച്ച് കിട്ടാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞവർക്കെതിരെ എല്ലാം പോലീസ് ഇപ്പൊ നടപടി എടുക്കേണ്ടതാണ്. സ്വമേധയാ കേസ് എടുക്കണം. അത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇപ്പോഴും ഈ ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടാകുന്നത്. ഈ പിടുത്തവും വലിയും പോലീസ് സ്വമേധയാ കേസ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ പോലീസ് കണ്ടെത്താത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അറിഞ്ഞാൽ നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്നതുകൊണ്ടോ ഉണ്ടായ ഒരു സംഭവമല്ലേ ഇത്. ഒരാൾ മരിച്ചില്ലേ? അപ്പൊ ഈ ഷിംജിതയ്ക്കെതിരെ ഉണ്ടാകുന്ന ഈ ഇത്തരം അപവാദങ്ങൾ പറയുന്നുണ്ട്, പിന്നെ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. ഈ മൊത്തത്തിലുള്ള കഥ തെറ്റിച്ചാ പറഞ്ഞേക്കുന്നത്. ഷിംജിത റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്തോ ആകാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അത് തെറ്റാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. മനസ്സിലായോ? അയാൾ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കലാണ് ഇവിടുത്തെ എല്ലാവരും. അല്ല വേറെ എന്താ അറിയാവുന്ന ഇവിടെ ഉള്ളവർക്ക്? എനിക്കറിയത്തില്ല ഇവിടെ ഉള്ള പെണ്ണുങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാവുന്ന. അവർക്ക് ഈ കണ്ടീഷൻ പോലും മനസ്സിലായി. ഈ പെണ്ണിന് പക്ഷേ കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ട്. ഇവള് സൈക്കോളജിസ്റ്റ് ആണ്, അവൾ പറയുന്നുണ്ട് ഇയാൾക്ക് പറ്റുന്നില്ല, ഇയാൾക്ക് എന്തോ ഡിസബിലിറ്റി ഉള്ള ആളാണ്, അതുകൊണ്ടാണ് ഇയാൾ ചെയ്യുന്നത്. വീട്ടുകാർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇവിടെ നിന്ന് പോലീസിനോട് പറഞ്ഞാൽ അവർ വേണേൽ പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് ലോക്കപ്പ് ഇട്ടിട്ട് അടുത്ത ആഴ്ച ഇറക്കി വിട്ട് പിന്നെയും പിടിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് പിന്നെ ഇറക്കി വിടുമ്പോൾ പിന്നെ ബസ്സിൽ തന്നെ കയറിയിരിക്കും. അതേ നടക്കുന്നത്. ഇവിടെ ഇപ്പൊ പോലീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസുകാർ എന്തിനാണ്? അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് ഈ മരണങ്ങളും ഈ പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇവിടെ ഒരാൾക്കൊരു മെസ്സേജ് പോലും ഇട്ടിട്ടില്ല ഇതുവരെ. അവർ പറഞ്ഞിട്ടില്ല ഇനി ഇതുപോലെ ബസ്സിൽ എന്തെങ്കിലും ഉണ്ടായാൽ, പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം ഉണ്ടായാൽ അവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഏത് നമ്പറിൽ വിളിക്കണം. ഇത്രയും വർഷം 2 വർഷമായി സവാദിന്റെ വിഷയം ഉണ്ടായിട്ട്. ആ സവാദിന്റെ വിഷയം ഉണ്ടായപ്പോൾ ജയിലിന് മുന്നിൽ നിന്ന് ഞാൻ പറയുന്ന വീഡിയോ ഇവിടെ പല വീഡിയോക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ മുന്നത്തെ ലൈവിൽ ഇട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇത് പറയുന്നുണ്ട് ഇവരോട്, ഇങ്ങനെ ചെയ്യരുത്, വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്, അവർക്ക് ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ മരിക്കുമെന്നൊരു ആന്റിസിപ്പേഷൻ എനിക്കില്ല, അത് കോടതിക്കില്ല, പോലീസിനില്ല, ഒരു സൈക്കാട്രിസ്റ്റിനും ആർക്കുമില്ല, മീഡിയക്കില്ല. പിന്നെ എങ്ങനെ ഷിംജിതയ്ക്ക് ഉണ്ടാകുന്നത്? അപ്പൊ എങ്ങനെ ഷിംജിത മനഃപൂർവ്വം ചെയ്തിട്ടില്ലല്ലോ? അവൾ കുറ്റക്കാരിയല്ല, അവൾ അറിഞ്ഞിട്ടില്ല, അവളത് പറയുന്നുണ്ട്, ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ അവര് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് ഇടുന്നതിനകത്ത് എന്ത് യുക്തിയാ ഉള്ളത്? അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതിന് ആത്മഹത്യ പ്രേരണ എന്ന് പറയുമ്പോൾ അവരറിയാതെ അവർ പ്രേരിപ്പിച്ചോ? അത് അവരല്ല പ്രേരിപ്പിക്കുന്നേ. അങ്ങനെ ഉള്ളപ്പോൾ അവരല്ല അത് പ്രേരിപ്പിക്കുന്നത്. അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് പോലും നമ്മുടെ ഈ സിസ്റ്റം റോങ് ആയതുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇവിടെ അതിന് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്തു പോയ സംഭവത്തിന് പിന്നീടുണ്ടാകുന്ന സൈബർ ബുള്ളിയും കേസും ഭയന്ന് അയാൾക്ക് ഒരിടത്ത് ചെന്ന് ഇത് തെളിയിക്കാൻ പറ്റത്തില്ല. അയാൾ നിരപരാധി ആണെങ്കിൽ പോലും അയാൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല, അതൊരു വേറെ സത്യം. പക്ഷേ അയാൾ നിരപരാധിയോ അല്ല. അയാൾ 2 പെൺകുട്ടികളെ തട്ടിയിട്ടുണ്ട്. അയാൾ ആലോചിക്കുന്ന അതാണ്. അയാളുടെ തലകളിൽ പോകുന്ന തോട്ട്സ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ഒരു വീഡിയോ വരുവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ തട്ടി മുട്ടിട്ട് വന്ന് വീട്ടിലിരിക്കുമ്പോൾ വീഡിയോ കാണുവാണ്, അയ്യോ ഇത് പിടിക്കപ്പെടുകയാണ്. അപ്പൊ ഇയാളുടെ നാട്ടിലുള്ളവരെല്ലാം ഇയാളെ കുറ്റം പറയാൻ തുടങ്ങുവാണ്. ഏതോ ഒരു സുഹൃത്ത് ഇയാളെ വിളിച്ച് സമാധാനിപ്പിച്ചെങ്കിൽ അയാൾക്ക് സമാധാനം കിട്ടുന്നില്ല. അവൻ പറയുന്നത് നീ തട്ടിയിട്ടില്ല, അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, സോഷ്യൽ മീഡിയ നിനക്ക് സപ്പോർട്ടീവായിട്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പോലെ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അയാൾ തട്ടിയിട്ടുണ്ട്. അത് ആ മനുഷ്യൻ നല്ല വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് ഭയന്നിട്ടാണ് അയാൾ, ആ ഭയത്തിലാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഷിംജിത എന്ത് ചെയ്യാനാ? ഷിംജിത പിന്നെ എന്ത് ചെയ്യണം? അല്ല പോട്ടെ, ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോ ഇത് ഇങ്ങനെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാകുന്നെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ വീട്ടുകാർക്കോ പോലീസിനോ ഇയാൾ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? ആർക്കും അത് ചിന്തിച്ചില്ലല്ലോ. എന്താ അവരാരും ചിന്തിക്കാത്ത കാര്യം എങ്ങനെ ഷിംജിത ചിന്തിക്കണമെന്ന് നിർബന്ധം എന്തുവാ? എന്തൊരു വിട്ടിത്തരായി പറയുന്നത് നിങ്ങൾ? ഈ ഇവിടുത്തെ യൂട്യൂബർമാരും കുറെ മീഡിയക്കാർ ഇരുന്ന് കള്ളങ്ങൾ പറയുക, ഒരു പെങ്കുച്ചിനെ ഇത്രയും പീഡിപ്പിക്കുക, അവളിനി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പോയി ആത്മഹത്യ ചെയ്യുമോ? അല്ലെങ്കിൽ അവർ സ്വയം കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയി 10 വർഷം തടവിന് ശിക്ഷയ്ക്ക് എന്നെ വിധിക്കൂ, കോടതി ചെന്ന് പറയൂ ഞങ്ങളെല്ലാം തെറ്റുകാരാണ്, ഞങ്ങളെ 10 വർഷം അകത്തിടും, എത്ര ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കുവോ? രാഹുൽ ഈശ്വരൊക്കെ സ്വയം പോയി തൂങ്ങിച്ചാവോ? അല്ല തൂക്കുമരത്തെ കയറി നിൽക്കുമായിരിക്കും, ഇന്ന് എന്നെ തൂക്കിക്കൊല്ലോ, വിലങ്ങ് വെക്കാനൊന്നും പറയത്തില്ല, തൂക്കിക്കൊല്ലാനേ പറയത്തുള്ളൂ. കഷ്ടം, ഇത് കഷ്ടമാണ്. ഈ അറിവില്ലായ്മ, അതും ഗവൺമെന്റിന്റെ അറിവില്ലായ്മ, പോലീസിന്റെ അറിവില്ലായ്മ, മീഡിയയുടെ അറിവില്ലായ്മ, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇത് അറിവില്ലായ്മയല്ല, പലർക്കും ഇതറിയാം. എന്തുകൊണ്ട് മീഡിയയിലിരിക്കുന്ന ഒറ്റൊരുത്തൻ ആ മറ്റേ പെൺകുട്ടിയെ തപ്പി പോയില്ല? ആ ബസ് ഡ്രൈവറിനെ കണ്ടക്ടറെ വീഡിയോ എടുത്തിട്ടേക്കുന്നത് CCTVയിൽ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയാൻ. എന്നാൽ ഈ പെണ്ണ് അടുത്ത ദിവസം ഫോൺ കോളിൽ പറയുന്ന മറ്റൊരു പെൺകുട്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്തൊരു മീഡിയയും പോയില്ല, പോലീസും പോയില്ല. അവരോട് ചോദിക്കേ, ഞാൻ പറയുന്നത് ആ പെൺകൊച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം, ആ പെൺകൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ദുരനുഭവം ഉണ്ടായെങ്കിൽ സത്യസന്ധമായി പറയണം. അത് ചെയ്തിട്ടില്ല പെണ്ണ് കേട്ടോ, അത് ഭയങ്കര ദ്രോഹമായി പോയി. അങ്ങനെ ചെയ്യരുതാണ്. ഈ ഇത്രയും വിഷയം ഉണ്ടായപ്പോൾ പാത്തിരിക്കുക പേടിച്ചിട്ട് അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞാണ് പോകരുത്, കേസാ മറ്റേതാ മറിച്ചാണ്, അങ്ങനെ പറയരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനും അവരെ കൊണ്ടുവരണം, അവരത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് നാണക്കേടോ അല്ലെ വേറെ എന്തെങ്കിലും പേടിയോ ആണെങ്കിൽ അതിനപ്പുറത്ത് ബുദ്ധിമുട്ടില്ലേ മറ്റേ പെങ്കൊച്ച്? അവൾ എന്ത് തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണല്ലോ അവർക്ക് ആ ഒരു ഇത് ട്രിഗർ ആവുന്നത്, അല്ലേ? ശരിയല്ലേ? അത് വേറൊരു പെണ്ണിനും കണ്ടു വയ്ക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതുവരെ എല്ലാ പെണ്ണും ഇഷ്ടപ്പെടാത്ത കാര്യമായി കാണിക്കുന്നത്. ഈ പറഞ്ഞ ബസ്സിലിരുന്ന് തട്ടോ മുട്ടോ ചെയ്യുന്നത് ഒരു പെണ്ണിനും ഇഷ്ടമല്ല. ഇഷ്ടമുള്ള പെൺകുട്ടികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ചിലർക്ക് ഇഷ്ടമുണ്ട്, ചിലർ ഇങ്ങോട്ട് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇടാറുള്ള. അങ്ങനെ നമ്മൾ ഈ ഇൻസിഡന്റ് മുന്നേ ഇട്ടാണോ അത് കഴിഞ്ഞാണോ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പ് എങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. തിരിച്ചും സംഭവിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുഭവം ഉണ്ട്. ഇങ്ങനെ കയറി ഇങ്ങോട്ട് പിടിച്ചു ഒരു പെണ്ണ്. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ അല്ലാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. അതിനകത്ത് മെജോറിറ്റി ആരാ? മെജോറിറ്റി ഇത് ഇഷ്ടമല്ലാത്തവരാ. എനിക്കും ഇഷ്ടമല്ല. എൻ്റെ ശരീരത്തിൽ കയറി ചുമ്മാ കയറി ആര് പിടിച്ചാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ബസ്സിലേക്ക് വെച്ചാൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല.
ഞാൻ പറയും ഇവരോട് മാറിയിരിക്കും, നിങ്ങൾ വെറുതെ അടിമേടിക്കും, നാട്ടുകാർ പിടിച്ച് തല്ലും എന്ന് പറഞ്ഞ എത്രയോ ആളുകളെ വിട്ടിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപമാണ്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ട്. ഇത് സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് നേരെ ഇതുപോലത്തെ അതിക്രമങ്ങൾ വേറെ ടൈപ്പ് ആൾക്കാർ, മറ്റൊരു ഓറിയന്റേഷനുള്ള ആൾക്കാർ വരുന്നുണ്ട്, മറ്റൊരു സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ആ ഒരു സൈക്കാട്രിക് ഡിസോർഡറായിട്ട് കണക്ട് ചെയ്ത് വേണം സംസാരിക്കാൻ മീഡിയ, പോലീസ്, എല്ലാവരും. ഇവിടുത്തെ ആരോഗ്യ സുരക്ഷാ വകുപ്പ് ഈ മെന്റൽ ഹെൽത്തിനെ കുറച്ചുകൂടി കെയർ ചെയ്താൽ ഈ മരണങ്ങൾ ഒഴിവാകും, ഈ പെൺകുട്ടികൾക്ക് ബസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങളും കുറഞ്ഞിരിക്കും. ഇതിന് അഥവാ അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ കറക്റ്റ് മെഷറെന്നോ അല്ലെങ്കിൽ അപ്പെടുക്കേണ്ട ആക്ഷൻ എന്നോ പറഞ്ഞാൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യലല്ല, വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് പോലീസിന് എവിഡൻസിന് ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. പോലീസിന് അപ്പം തന്നെ ഏതെങ്കിലും നമ്പർ കൊടുക്കുക, ബസ്സിൽ അല്ലെങ്കിൽ നമ്പർ ഒട്ടിച്ച് വെക്കുക. അല്ലാതെ ബസ്സിൽ ഇരുന്ന് ബോർഡ് എഴുതി വെക്കുമല്ല, റീൽസ് ഉണ്ടാക്കാനായിട്ട് കയറുന്ന വെടികൾ ഇതിനകത്ത് കയറുന്ന എഴുതി വെക്കുക അല്ലാന്ന് വേണ്ടത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ്, അല്ലാതെ നാളെ ഇനി ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പെണ്ണ് മിണ്ടാ നിൽക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അതാണ് നിങ്ങളുടെ ആഗ്രഹം. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം, എനിക്ക് രാഹുൽ ഈശ്വരനെ ഇപ്പൊ നല്ല സംശയമുണ്ട്. രാഹുൽ ഈശ്വരന് ജാക്കി വെക്കണമെന്ന് തോന്നുന്നു. ബസ്സേ കയറി ജാക്കി വെക്കാൻ വേണ്ടി എന്തോ ഒരു പ്രത്യേകതര ഇത് അവൻ കണ്ടെത്തുന്നുണ്ട്, ഫാന്റസി ഉണ്ടോ, അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതിന് പുറകെ കിടന്ന്. അല്ലാതെ ആരും തന്നെ ഇത്ര വിഷമിക്കുന്ന എന്തിനാ ഇവര്? ഒരു പെണ്ണ് അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞ നിലയ്ക്കോട്ട് കാര്യങ്ങൾ നീക്കുന്ന എന്തിനാ? ഇപ്പൊ ആ കൊച്ചനുഭവിക്കുന്ന വേദനയും പീഡനവും ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ലേ? അവൾ അറിഞ്ഞിട്ടില്ല, അവൾ ചിന്തിച്ചിട്ടില്ല, അവൾക്ക് ഒരു ചിന്തയില്ല, അവൾ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലാത്ത, അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരാൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് ഇവിടുത്തെ മീഡിയ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ട് പോലീസ് കേസിട്ട് റിമാൻഡിൽ കൊണ്ടിട്ടിട്ട് അവൾ ഇറങ്ങി വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന അവളെ ഈ തരത്തിൽ ഒരു കൊലയാളി എന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അതെന്ത് തരം പുള്ളിയപ്പോ? അത്രയും ചെയ്ത ആ പെൺകൊച്ച് സർവൈവ് ചെയ്യുന്നു ഇവിടെ. അപ്പോഴാണ് ഇവിടെ ഈ ഇത് കാണിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരാ ശരിക്കും ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ടത്? ഷിംജിത്ത് ആത്മഹത്യ ചെയ്യാൻ ഭയങ്കര നല്ലൊരു കാൻഡിഡേറ്റ് അല്ലേ? ജസ്റ്റിഫൈങ് ഇറന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. നീ വീഡിയോ കണ്ടിട്ടില്ലല്ലേ? കാണിച്ചു തരാം. ആ പെങ്കൊച്ചിന്റെ വീഡിയോ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അവൻ മുട്ടുന്നുണ്ട്. എനിക്കങ്ങനെ മരിച്ചു പോയതുകൊണ്ടൊന്നും ഞാൻ അങ്ങനെ സെന്റിമെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആളല്ല, ഉള്ള കാര്യം പറയാലോ. ചെയ്തൊക്കെ ചെയ്ത് തന്നെ. പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് പണിഷബിൾ ഒഫൻസും ആണ്. നോക്കി ഒന്നുകൂടെ കാണിക്കുക, എല്ലാവരും കണ്ടു. ഇതിനകത്ത് കൃത്യമായിട്ട് കാണാം മറ്റേ മുന്നിൽ നിൽക്കുന്ന പെണ്ണ്, മുന്നിൽ ആ പെണ്ണിന്റെ ഇത് കണ്ടപ്പോ ഇപ്പൊ അവൻ ഇത് പൊക്കും, ബാഗ് പൊക്കും. കണ്ടോ ബാഗ് പൊക്കുന്ന രീതി കണ്ടോ? ഈ ബാഗ് ഇങ്ങനെ പൊക്കി ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? അതൊരു ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇപ്പോഴും കണ്ടോ വീണ്ടും ഇവൻ ഇവിടെ ബാഗ് പൊക്കും. ഇപ്പൊ കാണോ ബാഗ് പൊക്കുന്നതാണോ? അപ്പൊ തിരിഞ്ഞു നോക്കിയാണ്ടോ? തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടാണ് ബാഗ് പൊക്കുന്നത്. അപ്പുറത്ത് പെണ്ണാണെന്ന് മനസ്സിലാകുന്നു. പുള്ളി അതിനോടൊപ്പം പൊക്കുന്നു, തട്ടിയിട്ട് പോകുന്നു. ഇതയാൾ ചെയ്ത പണിയാ. ഇത് ചെയ്തത് ഇത് നല്ല എവിഡൻസ് അല്ലേ? ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇയാൾ ആവശ്യമില്ലാതെ കൈ പൊക്കുവാന്ന്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ബാഗ് പൊക്കുന്നത്? എപ്പോഴും ഒരു ബസ്സിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ബാഗ് പൊക്കുന്നത്. കണ്ടോ നോക്കിയേ, ബാഗ് പൊക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ട് അതുവഴി ഇറങ്ങി പോകുന്നു. ആ മുന്നിൽ കൂടെ അയാൾക്ക് ആ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല, അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അയാൾ എന്തിനാ പിന്നെ അവിടെ പോയത്? ഇവിടെ തട്ടാനല്ലാതെ. നോക്ക്, ഇത് കണ്ടു. ഇവിടെ വെച്ച് ഇപ്പൊ ബാഗ് പൊക്കും, അപ്പുറത്തൊരു പെണ്ണിന്റെ കൈയുണ്ട് കണ്ടോ? ഇപ്പൊ ബാഗ് പൊക്കുമ്പോൾ ആ പെണ്ണിന്റെ എവിടെയായിരിക്കും ടച്ച് ചെയ്യുന്നത്? കണ്ടോ? അനങ്ങാൻ നിൽക്കുന്നുണ്ടോ? നോക്ക്, അറിയാത്ത പോലെ. ഇത് കഴിഞ്ഞ് പിന്നെ കണ്ടോ ആ പെണ്ണിന്റെ അടുത്തോട്ട് വന്നിട്ട് നൈസായിട്ട് ബാഗ് വെക്കും. ബാഗ് വെക്കുമ്പോൾ തട്ടി, പിന്നെയും തട്ടി. കണ്ടോ? ആ ബസ് മൊത്തത്തിൽ ഒലഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അവള് ഒലയും, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒലയും. ഇത് ഇവൻ മാത്രം എന്താ ഒലയുന്നത്? മരിച്ചെന്ന് കരുതിയൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ ഇത്തരം പരിപാടികളൊന്നും. പിന്നെ അയാളുടെ അമ്മയ്ക്ക് വിഷമമുണ്ട്. അവരുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയും എന്റെ മോൻ അത്രക്കാരനല്ലാന്നേ പറയത്തുള്ളൂ. എല്ലാ അമ്മമാരും അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർ കണ്ടില്ല, എല്ലാവർക്കും അറിയത്തില്ല ഇയാൾ എന്താ ചെയ്തത്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ പെൺകൊച്ചിനോട് ചോദിക്കുക, അല്ലാതെ ബസ് കണ്ടക്ടറോടും ഡ്രൈവറോടും അല്ല ചോദിക്കേണ്ടത്. കണ്ടോ തട്ടിക്കഴിഞ്ഞ് നോക്കുന്ന വരെ ഉണ്ടെന്നേ. ഇത് കണ്ടോ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അയാൾ എന്തിനാ ഇവിടെ വരുന്നത്? അയാൾക്ക് ഇറങ്ങാൻ ഗ്യാപ്പ് ഉണ്ട്, അതുവഴി ഇറങ്ങി പോയാൽ മതി. എന്നിട്ടും പിന്നെ അതുവഴി പോയതുകൊണ്ട് ഇപ്പൊ കണ്ടു. ഇത് കണ്ടോ നിൽക്കുന്ന കാണാം, അതുകൊണ്ടേ കണ്ടോ? ഇപ്പൊ ബാഗ് പൊക്കുന്നതാണോ? ബാഗ് പൊക്കുന്നത് അയാളുടെ ഒരു ടെക്നിക്കാണ്, മനസ്സിലായോ? അയാൾ ഇനി അങ്ങനെ നിൽക്കാൻ പോവാ, ബാഗ് മുക്കി പിടിച്ച് കൈ അപ്പുറത്തോട്ട് തട്ടിക്കൊണ്ട്. എപ്പോഴും ഈ ഷിംജിയുടെ ദേഹത്ത് ചെയ്ത പോലെ തന്നെ അപ്പുറത്ത് ചെയ്തു. അത് തന്നെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവൾ അവരെ മനഃപൂർവ്വം നിന്നത്. അത് തെറ്റല്ല. അല്ലാതെ എങ്ങനെ മനസ്സിലാക്കി തരും? അപ്പുറത്തേക്കുന്ന വീഡിയോ കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവും അയാൾ എന്തോ ചെയ്തതെന്ന്. അപ്പൊ ഈ പെൺകുട്ടി ചെയ്തത് വളരെ കറക്റ്റാണ്. അങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പിന്നെ കിടന്നുകൊണ്ട് അവൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അയാൾ അത് ഇന്റൻഷനലി ചെയ്താണ്. അയാൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും തട്ടിയിട്ട് ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. ഇയാളെ സോറി പറഞ്ഞാണ് ഞാൻ എന്റെ ബാഗ് പൊക്കിയപ്പോൾ കൊണ്ടതാണ് എന്ന് പറയും. ഇങ്ങനെ ബാഗ് ഈ ബാഗ് പൊക്കുന്നത് കണ്ടോ? ഇതിപ്പോ ബാഗാ, ഈ ബാഗ് കയ്യിലിരിക്കും, ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നിൽക്കുക. അതങ്ങനെ നിന്നാ പോരെ തൂക്കി? അതിനിങ്ങനെ പൊക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ, അത് പൊക്കുന്ന എങ്ങനെയാന്ന് കണ്ടോ? ഇങ്ങനെ പൊക്കുക, എന്നിട്ട് ഇങ്ങനെ കറങ്ങുക. അങ്ങനെ പറ്റത്തില്ല. ഈ പൊക്കുവാണെങ്കിൽ ഇങ്ങനെ പൊക്കാം. നമ്മളൊരു തിക്കിനും തിരക്കിനും ഇടയിൽ നിന്നുകൊണ്ട് ബാഗ് ഇങ്ങനെ പൊക്കൂ, ഇങ്ങനെയല്ലേ പൊക്കത്തുള്ളൂ. ഇങ്ങനെ ഈ കൈ പുറകിൽ പോയിട്ട് പുറകിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവിടെ മുലയിൽ ഒരിക്കലും തട്ടത്തില്ല. ഇന്റൻഷനെ അല്ലാതെ അത് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതും ഒന്നല്ല രണ്ടിടത്തൊക്കെ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാം. ഞാൻ തുറന്നു പറയുവാണ്, അയാൾ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം റീച്ചിനുണ്ടാക്കിയ വീഡിയോ. റീച്ചിന് എങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും? അത് പറ.
ഈ ഷിംജിത്ത് എങ്ങനെ അറിയുന്നു ഇങ്ങനെ ഒരാൾ ബസ്സേ വരുമെന്നും അവൾ റീച്ചിന് വേണ്ടി ഇറങ്ങിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സാധനമൊന്നുമല്ല. അവിടെ വെച്ച് അവർക്ക് തോന്നുവാണ് ഇതൊരു അനധികൃതമായ അനീതി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അബ്യൂസ് നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, മറ്റുള്ളവരെല്ലാം ചെയ്ത കാര്യം ഈ പെൺകുട്ടി ചെയ്യുന്നുള്ളൂ. ഇപ്പൊ മസ്താനി അറസ്റ്റ് ചെയ്യേണ്ടി വരും അടുത്ത് തന്നെ. ആ സവാദിന് ഇപ്പോഴും നാണക്കേട് മാറിയിട്ടില്ല. അവൻ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്താലും മസ്താനിയെ പിടിച്ച് അകത്ത് പോകും. മസ്താനി ചെയ്തപ്പോൾ ശരിയാണോ? ഇതിനു മുമ്പ് ചെയ്ത എല്ലാ പെണ്ണുങ്ങളും ചെയ്തത് ശരിയല്ലേ? അവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ എന്ത് പറ്റി? ഇതിന് മുമ്പ് ഒരു പെൺകൊച്ചു വന്നിരുന്ന ഒരു അപ്പച്ചനെ മെനക്കെടുത്തി, അത് കാരണം ഉണ്ടായ പ്രശ്നം ഇത്. ശരിക്കും ഇവളല്ല പ്രശ്നക്കാരി, മറ്റവളോ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിയർ ഫേസസോ. എന്തുപടി പറയുന്നത്? ആരുടെ ഫേസാ കാണണ്ടേ? ആ പെണ്ണിന്റെ ഫേസിൽ വേറെ എക്സ്പ്രഷൻ ഉണ്ടാകത്തില്ല. കാരണം അവളത് കണ്ടിട്ട് ആ മറ്റേ പെണ്ണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അത് വീഡിയോ പകർത്താൻ കറക്റ്റായിട്ട് അവർക്ക് പറ്റിയില്ല. അവള് നിൽക്കുന്നിടത്ത് ഇവൻ എന്താ ചെയ്യുന്നത് നോക്കുമ്പോൾ ആ വിഷ്വൽ അവളെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാവും ഇതെന്തോ ചെയ്തതെന്ന്. അവൻ അപ്പുറത്ത് നിന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രശ്നമായനെ. അത് ഈ പറഞ്ഞ വ്യക്തി ദീപക് എന്ന് പറഞ്ഞ മനുഷ്യന് അന്ന് വൈകിട്ട് മുഴുവൻ ഉണ്ടായ സ്ട്രെസ് അയാൾ ചെയ്തതുകൊണ്ടാണ്. അയാൾ പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ, അയാൾക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യതയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ ആ തീരുമാനം എടുക്കുന്നത്. അയാൾക്ക് ഓൾറെഡി മറ്റു പ്രശ്നങ്ങളുണ്ടാവും. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയത്തില്ല. ഇയാളുടെ വൈഫോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മയ്ക്ക് ഈ സാധനം കാണാൻ പറ്റത്തില്ല. അമ്മമാർ ഇങ്ങനെയുള്ള ഏരിയയിലല്ല. അവരുടെ അമ്മ കരയുന്നത് കണ്ടുകൊണ്ട് ഇവിടെ സെന്റിമെന്റ്സും പിടിച്ചുകൊണ്ട് വന്നിട്ട് പൊതു താല്പര്യം കൊണ്ട് ഇറങ്ങി ഈ പോലീസുകാർ വന്ന് ഈ പാവത്തിനെ പിടിച്ച് അറസ്റ്റും ചെയ്ത് അകത്ത് കൊണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവക്കുണ്ടാകുന്ന നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവള് പോയി ആത്മഹത്യ ചെയ്യണമെന്നാണ് ഇവിടുത്തെ സൈബർ പോരാളികൾ, അല്ലെങ്കിൽ ഭയങ്കര മഹത്തരമായ ചിന്താഗതിയുള്ള ആൾക്കാർ ഇവിടെ നിന്നുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുലീശ്വരൻ എന്താ പറ്റുന്നത് എനിക്കറിയാം. രാഹുലീശ്വരൻ കിട്ടിയ അവസരത്തിലെല്ലാം ചെന്ന് ഇവിടുത്തെ കാണിക്കുന്നുണ്ട്. രാഹുലീശ്വരൻ അവരുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് കാശ് കൊടുക്കുക, അവരെ എഴുന്നേപ്പിച്ച് നിർത്തുക, ആ പാവം പിടിച്ച വീട്ടുകാരെ ഇട്ട് വീണ്ടും ബുദ്ധിമുട്ടിക്കുക. ആ വീട്ടുകാർക്ക് ഇവൻ മരിക്കുന്നതിന് മുമ്പേ ബുദ്ധിമുട്ടായി. അതെന്താന്ന് വെച്ചാൽ വീഡിയോ വരുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായി. മനസ്സിലായോ? അയാൾ മരിച്ചപ്പോഴും അതിന്റെ 10 ഇരട്ടി ബുദ്ധിമുട്ടായി. ശരിയാണ്, ഇവിടെ എത്രയോ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ആത്മഹത്യകളും, ഓണർ കില്ലിങ്, ഇങ്ങനെ പലതും ഈ നാട്ടിൽ നടക്കുന്നില്ലേ? അപ്പൊ ഈ പെണ്ണിടപെട്ടതുകൊണ്ട് മാത്രം എങ്ങനെ ഇതിനും പ്രത്യേക ഒരു എഫക്ട് കൊടുക്കുന്ന എന്തിനാ? പെൺപിള്ളേർ ആരും ഇനി ബസ്സിൽ ഇരുന്ന് വീഡിയോ എടുക്കരുതെന്ന് ആർക്കും ഒരു താല്പര്യമുള്ള പോലെ. അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഷിംജിത്തെ അറസ്റ്റ് ചെയ്തതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പോലീസ് ചെയ്ത് വളരെ മോശം പരിപാടിയായി പോയി. അത് ശരിയല്ല. അവരെന്തോ അന്വേഷിച്ചു. അപ്പൊ പോലീസുകാരുടെ കണ്ണും മൂക്കൊക്കെ എവിടെയാ? അവർ ഈ വീഡിയോ ഒന്നും കണ്ടില്ലേ? ഇവിടെ പറഞ്ഞത് അവർ കേട്ടില്ലേ? ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു കാണുമല്ലോ. അപ്പൊ ഇവന്മാരുടെ ഉദ്ദേശം എന്തുവാ? ഇനി ആ പെണ്ണ് എത്ര പേർക്കെതിരെ കേസ് കൊടുക്കണം? എനിക്കറിയത്തില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പോലീസുകാർ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തേക്കോ അവരെ. അത് ആണോ പെണ്ണോ അതുകൊണ്ടല്ല പറയുന്നത്, പെണ്ണായതുകൊണ്ട് പറയുകയല്ല. അവള് ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോ പറയുന്നു. സവാദ് വന്നപ്പോൾ പറഞ്ഞില്ല, അതിന് മുമ്പുള്ളപ്പോൾ പറഞ്ഞില്ല. ഇതുപോലൊരു 10 വീഡിയോ ഇറങ്ങിയപ്പോൾ ആരും പറഞ്ഞില്ല അവള് ചെയ്യുന്നത് തെറ്റാണ്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റാന്ന് മീഡിയ പറഞ്ഞിട്ടില്ല, കോർട്ട് പറഞ്ഞിട്ടില്ല, പോലീസ് പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു തെണ്ടിയും പറഞ്ഞിട്ടില്ല. ആകെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, അത് ഞാനാണ്. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് പ്രകടിപ്പിക്കരുത് എന്ന് ഞാൻ സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസം ആ ജയിലിന് മുന്നിൽ നിന്ന് പറഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണേൽ പറയാം അവളോട് എന്നിട്ട് നീ ചെയ്ത് ശരിയായില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇത് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പെണ്ണ് എന്ത് ചെയ്യണം? ഇപ്പൊ നിയമം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത്, ഹെൽമെറ്റ് വെച്ചോണ്ടേ വണ്ടിയെ പോകാവോ, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടേ പോകാവോ, അല്ലെങ്കിൽ ഫൈൻ അടിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ വെക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കണ്ടില്ല. അപ്പോ അതുപോലെ ആയിരിക്കും ഇനി ഇതിന് ഒരു നല്ല നിയമ നടപടി ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ഈ ആവശ്യമില്ലാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ല. അവർക്ക് അങ്ങനത്തെ റീച്ച് ഉണ്ടാക്കുന്നതാണോ, ജയിലിൽ പോയി കിടക്കുന്നതാണോ എന്ന് ആലോചിച്ച് ആരും റീച്ച് ഉണ്ടാക്കത്തില്ല. അങ്ങനെ കാര്യമില്ലാതെ അവർ ചെയ്യത്തുമില്ല. ബ്രോ, ഞാൻ ഓസ്ട്രേലിയയിലാണ് ലീവ് ചെയ്യുന്നത്, ഇവിടെ ഒന്നും ആരും ഫേസ് റിവീൽ ചെയ്യില്ല, അതാണ് ഏറ്റവും പ്രോബ്ലം. നോ സോ സെൻസിറ്റീവ് ഇഷ്യൂസ് ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടേ, ഭാഗ്യം നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. അതെ, ഇങ്ങനത്തെ ഇഷ്യൂസിൽ ഓസ്ട്രേലിയ എന്നല്ല ലോകത്തെവിടെയും ഈ വിക്ടിംസിന്റെ ഫോട്ടോ, വിക്ടിംസ് ഈ രോഗാവസ്ഥയുള്ളവരുടെ ഫോട്ടോ കാണിക്കത്തില്ല. ഞാൻ നോക്കട്ടെ, ഞാനത് പറഞ്ഞു വീഡിയോ കണ്ടോ? നമ്മൾ കാർക്ക് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു കാര്യം ചെയ്യുക. അപ്പൊ അതിനൊരു ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. അപ്പൊ ഇയാളെന്നല്ല ഇനി ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും. വീഡിയോ വരാത്തതുകൊണ്ട് അങ്ങനെ 2 വർഷം മുമ്പത്തെ വീഡിയോ ആണ് കണ്ടത്. 2 വർഷം ഞാൻ കടി കാണാറുണ്ട്. 2 വർഷം മുമ്പാണ് ഈ വീഡിയോ കാണുന്നത്. അല്ല, വീഡിയോ ഇട്ടത് 2 years ago പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. മനസ്സിലായോ? ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അന്ന് സവാദിനെ ഇത്രയും സൈബർ അറ്റാക്കും മീഡിയ അറ്റാക്കും പോലീസ് അറ്റാക്കും എല്ലാം കഴിഞ്ഞിട്ട് അവന് ജാമ്യം കിട്ടുമ്പോൾ അവിടെ മാലയിട്ട് സ്വീകരിക്കാൻ വന്ന ഒരു കാരണം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മാലയിട്ട് സ്വീകരിക്കാൻ പോയാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിനാ പോയത്, പറയാനാ പോയത്. കേസസ് ഉണ്ട്. അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞാണ് കേൾക്കുന്നത്.
അതിനകത്തൊരു ചെറിയ തിരുത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇയാളൊരു മാനസിക പ്രശ്നമുള്ള ഒരാളായിരിക്കാം. അയാൾക്ക് ഈ പ്രശ്നം ഉണ്ടായ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇയാൾക്ക് വേണ്ടത് ശരിക്കും ഇയാളെ അവമാനിക്കുന്ന പരിപാടി അല്ല. ഇയാൾക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, അതുപോലെ എന്താ പറയുക പ്രോപ്പർ കെയർ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇനിയും ഇതുപോലുള്ള അവസരത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന എവിഡൻസിന് എടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ അത് പബ്ലിഷ് ചെയ്യരുത്. അത് ആ മനുഷ്യനോട് ആ വ്യക്തിയോടും അയാളുടെ കുടുംബത്തോടും അയാളെ ചുറ്റുപറ്റി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരോടും ചെയ്യുന്ന ഒരു ക്രൈമായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണം. ഇതേപോലെ തന്നെ മറ്റൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റമാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് എവിഡൻസ് വേണം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവർക്ക് പോലീസിന് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആരും ഇങ്ങനെ ഒരാളെ വീഡിയോ എടുത്തിട്ട് അപമാനിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ ഒരു അവസരം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ഒത്തിരി ഇതിനു മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ളതുകൊണ്ടേ ഇങ്ങനെ അവസരത്തിൽ വന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് തോന്നി. കാരണം ഇനി ഇതുപോലത്തെ ആൾക്കാരെ കാണും. അപ്പൊ അവരെ നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ കൊണ്ട് അവമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും എനിക്ക് നമ്മുടെ വിഷയമല്ല കേട്ടോ. ശരിക്കും ഞാൻ ഇതിനെ ഇപ്പോ മെൻസ് അല്ലെങ്കിൽ വുമൻസ് റൈറ്റ്സ് അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞില്ല, അങ്ങനൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സംഭവത്തിനെ നമ്മൾ ഇതിനകത്തുനിന്ന് ഡൈവേർട്ട് ചെയ്ത് ഇത് സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ പുരുഷന്റെ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോസ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറ്റി ഒന്നും ആരും സംസാരിക്കത്തില്ല. എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഒരുത്തനെ അതിക്രമിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ട് ഇയാൾ എക്സിബിഷനിസം അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഡിസോർഡർ ആയിരിക്കും. അപ്പൊ അതിനെ അങ്ങനെ സംസാരിക്കണം, അല്ലെ അങ്ങനെ അത് മനസ്സിലാക്കണം എല്ലാവരും. അല്ലാതെ പറ്റത്തില്ല. കാരണം ഇനി ഇതുപോലത്തെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് നടിക്ക് നേരെ ഉണ്ടായ സമയത്ത് ആ നടി പറഞ്ഞതിനകത്തൊരു കുഴപ്പമുണ്ട്. അവർ പറയുക നാട്ടുകാരും ഇടപെട്ടില്ല, നാട്ടുകാർ ഇടപെടാൻ പാടില്ല. കാരണം നാട്ടുകാർ ഇടപെട്ടാൽ ഈ മധുവിനെ പോലെ അങ്ങനെയൊക്കെയുള്ള വേറൊരു മനുഷ്യൻ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനം ഏൽക്കാൻ സാധ്യതയുണ്ട്. അല്ല വേറെ പ്രയോജനമൊന്നുമില്ല ഇതുകൊണ്ട്. അതിനകത്ത് പോലീസ് മാത്രമേ ഇടപെടാവൂ. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ആൾക്ക് എന്താ പറയുക ട്രീറ്റ്മെന്റ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു വകുപ്പുണ്ടാവും. ഈ പറഞ്ഞ നിയമപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി, അയാൾ അകത്ത് കിടക്കും, അയാൾക്ക് പലതരത്തിലുള്ള ട്രയൽസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം. ഇനി ഇയാൾ ട്രീറ്റ്മെന്റിലുള്ള ആളാണെങ്കിൽ ഇവിടുത്തെ ഈ കേസൊക്കെ വേറെ വഴിക്കായിരിക്കും. ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെന്ന് തന്നെയായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ കൺസിഡർ ചെയ്യേണ്ട രീതിക്കാണോ കൺസിഡർ ചെയ്യുന്നത് അറിയത്തില്ല. പക്ഷെ ഇതൊരു ട്രാപ്പ് പോലെ പറയപ്പെടുന്നുണ്ട്. ട്രാപ്പ് പോലൊക്കെ പറഞ്ഞവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ യൂട്യൂബറൊക്കെ ഇരുന്ന് പറയുന്ന, അല്ലാതെ ട്രാപ്പ് ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്യാൻ ഇവനാരാ മാറി? അതൊന്നും അല്ല. അത് ആ ഏതോ ഒരു യൂട്യൂബർ വെളിവില്ലാത്തമാര് പറയുന്ന കാര്യങ്ങൾ. അല്ലാതെ ഒരിക്കലും അതൊന്നും ട്രാപ്പ് ചെയ്യാൻ ഇവൻ ആരും ട്രാപ്പ് ചെയ്യാനില്ല. മറ്റവർക്ക് എന്ത് യൂസ്? അത്ര പ്രയോജനം അവർക്ക് ഉണ്ടായിട്ടില്ല ഈ സംഭവം കൊണ്ട്. പിന്നെ പെങ്കൊച്ച് ചെയ്തതിനകത്ത് ഒറ്റ തെറ്റേ ഉള്ളൂ, അത് പബ്ലിക് ചെയ്യാൻ പാടില്ല. അതിപ്പോ ആർക്ക് വേണേലും വരാമല്ലോ, ഇതൊരു അസുഖമല്ലേ. ഇപ്പൊ അത് മെന്റൽ ആണെങ്കിലും കൊള്ളാം, ഫിസിക്കൽ ആണെങ്കിലും കൊള്ളാം. നാളെ വണ്ടി ഇടിച്ച് വീണോ നിങ്ങളുടെയും തലേന്ന് ഈ കിളി അങ്ങ് പോകും. അത് കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് മാത്രമേ നമുക്ക് ഇത് തന്നെ സംഭവിക്കും. ആർക്ക് വേണമെങ്കിൽ സംഭവിക്കും. ഇതല്ല വേറെ രീതിയിൽ ഇപ്പൊ ഇതുവഴി നടക്കുന്നു. ഓരോരുത്തർ ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അയാൾ റോഡ് ക്രോസ് ചെയ്യിക്കാനായിട്ട് കൈ പിടിച്ചു കൊടുക്കുന്ന നന്മയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ വേറൊരു നന്മ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇയാൾക്ക് ഇങ്ങനെ ഡിസബിലിറ്റി ഉണ്ട്. മറ്റേ കാഴ്ചയില്ലാത്ത പോലെ ഇയാൾക്ക് പരിസരം മറന്ന് എന്തോ ചെയ്യാനുള്ള ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. ഇയാളാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കുന്നത് പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഉള്ളൂ. അയാളാണോ സംഭവം? ഇതൊക്കെയാ. ഇങ്ങനെ ആരെങ്കിലും ഗവൺമെന്റ് കോടതി വല്ലതും പറഞ്ഞാന്നോ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യരുത്, അതിന് പകരം പോലീസിൽ അറിയിക്കുക മാത്രമേ ചെയ്യാവൂ, വീഡിയോ എവിഡൻസ് ആയിട്ട് പോലീസിന് കൈമാറാം, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതരുതെന്ന് ആരെങ്കിലും പറഞ്ഞു? ഈ സോഷ്യൽ മീഡിയ ഇട്ടപ്പോൾ ഈ പോലീസുകാർ വരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട് എത്രയോ പോലീസുകാർ കാണും, എത്ര വക്കീലന്മാർ കാണും, എത്ര പെണ്ണുങ്ങളും ആണുങ്ങളും കാണും, എത്ര മാതാപിതാക്കൾ കാണും. ആ മാതാപിതാക്കളെല്ലാം ഇപ്പൊ മരിച്ചു പോയതുകൊണ്ട് മാത്രം മരണത്തിനകത്ത് ദുഃഖം പങ്കിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഈ പെണ്ണിനെ അങ്ങ് താത്തിക്കിടേണ്ട ആവശ്യമുണ്ട്. ഇവരെല്ലാം കൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലേ അവൾ തെറ്റത്. അപ്പൊ അതിന്റെ ഈ പ്രേരണയിൽ ഷിംജിതയെ പോലെ തന്നെ ഇത് പ്രോത്സാഹിപ്പിച്ച് ലൈക്ക് ഇട്ടവരും ഇതിന് മുമ്പത്തെ ഇഷ്യൂസിൽ ആ പെണ്ണുങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാം എതിരെ കേസ് എടുക്കണമെന്ന് അങ്ങനെയാണല്ലേ? അവരെല്ലാം ഒരുപോലെ ഉത്തരവാദികളാണ്. ഇത് പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയെടുത്തത്. അല്ല റീച്ച് എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ റീച്ച് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. എല്ലാവരും റീച്ച് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞു. റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ റീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ അക്സെപ്റ്റൻസ് അല്ലേ? ഈ വീഡിയോ വരുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും കൂടുതൽ പേര് ഷെയർ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അല്ലേ റീച്ച്? ആ റീച്ച് കൊണ്ട് എന്ത് നെഗറ്റീവ് റീച്ച് അല്ലല്ലോ കിട്ടാൻ പോയത്. എന്ത് റീച്ച് പ്രതീക്ഷിച്ചാണ് ഷിംജിത ഇട്ടതെങ്കിൽ ആ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? അതങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ അവളും അത് ഇട്ടത്. അപ്പൊ അതിനകത്ത് ഉത്തരവാദികൾ ആരാ? ഇപ്പൊ തിരിച്ചു മറിച്ച് പറയുന്നത് കള്ളത്തരല്ലേ? അയാൾ മരിച്ചുകൊണ്ട് മാത്രമല്ലേ മാറ്റി പറയുന്നത് അല്ലേ? ഇവനെപ്പോലത്തെ ആണുങ്ങളെ ശാപമാണ്. അല്ല, ആണോ അല്ലയോ? ഈ അതുൽ ലോക്സ് ഷിംജിതയെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. ഷിംജിതയുടെ ബ്രദർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ ബന്ധുക്കളെ ആരെങ്കിലും അറിയാമെങ്കിൽ ആ ബ്രദറിനോടോ വീട്ടുകാരോടോ പറയുക, അമ്മയോടൊക്കെ പറയുക. ഇത്തരം സൈബർ അറ്റാക്ക് മകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. പോരാത്തന് ഈ കഥ വളച്ചൊടിച്ച് മകളെ കൊലയാളി എന്ന് വിളിച്ചെന്നും അവൾ മോശപ്പെട്ടവളാണെന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് സൈബർ കംപ്ലൈന്റ് കൊടുക്കാൻ പറയണം. ആ വീഡിയോ എല്ലാം റിമൂവ് ആക്കണം. അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ.
അങ്ങനെ ചെയ്യേണ്ടത്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വളച്ചൊടിച്ചു. അവര് കള്ളം പറഞ്ഞു. ഇപ്പം അതൊക്കെ മോശം പ്രചരണം നടത്തിയേക്കുന്നത്. അവർക്ക് അറിയത്തില്ല അവിടെ എന്താ നടന്നതെന്ന്. ഇവന്മാർക്കാണ് അറിയാവുന്നത്. വീഡിയോ കണ്ടവർ എന്തിനാ ഇത്രമാത്രം തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ റീച്ച് കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അവര് തന്നെ പറയാം റീച്ചിന് വേണ്ടി അവള് ചെയ്തതെന്ന്. ഇവന്മാരെല്ലാം കിടന്ന് ഇപ്പോഴും അവൾ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാ? വേറെ ആർക്കോ റീച്ച് കൂട്ടുമല്ലേ? അവളെ എതിർക്കുമ്പോൾ ആർക്കാ റീച്ച് കിട്ടുന്നത്? അവൾ അങ്ങനെ ഇട്ടപ്പോ മിക്ക പൊട്ടന്മാരും എമോഷണൽ പ്രോബ്ലം ഈസ് നോട്ട് എ പ്രോബ്ലം അല്ലെന്നേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീച്ച് കൂട്ടി കൊടുത്തുവരുന്നതാണ്ട് ഇപ്പൊ റീച്ച് കുറയ്ക്കുമോ? എന്താ ചെയ്യുന്നത്? അവരെല്ലാം തന്നെ തിരിച്ചു പറയുന്നു. അത് മരിച്ചത് കൊണ്ടാ. ഇല്ലാണെങ്കിൽ ഇന്ന് കളം മാറിയാനെ. അവൻ ദീപക് എന്ന് പറഞ്ഞവനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ. കാരണം ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അയാൾ തട്ടുന്നതാണ്. നിങ്ങൾ കണ്ടല്ലേ? പിന്നെ ഒരാളോടുണ്ട്, അയാൾ തട്ടി 2 പേരുള്ളതാണ് അയാളുടെ വേറെ പ്രശ്നം കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ അതുൽ ബ്ലോഗോ മറ്റേ അശ്വിൻ മാടപ്പള്ളി എന്ന് ചിന്തിക്കുന്ന പോലെ അല്ല കാര്യം. അയാളുടെ പെർസ്പെക്റ്റീവ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അയാളൊരു കുറ്റക്കാരനായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അയാളൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അതിന്റെ ഗിൽട്ടുണ്ട്. അയാളുടെ വീട്ടിൽ പോയിരുന്നിട്ട് അയാൾ ആലോചിച്ചെന്നു ഞാൻ പറഞ്ഞുതരാം. അയാൾ ആലോചിച്ച് 2 പെണ്ണുങ്ങളാ. ഒന്ന് അപ്പുറത്ത് നിന്ന പെണ്ണ്, റിയാക്ട് ചെയ്യാത്തൊരു പെണ്ണ്, അയാളെ ഇവൻ തട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇറക്കിയ പെണ്ണ്, അവൻ കണ്ടില്ല ഇവൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് റെക്കോർഡായി, മറ്റേതും റെക്കോർഡായി, തെളിവായി, തീർന്ന്. അങ്ങനെയാണ് അയാൾ ഭയക്കുന്നത്. മനസ്സിലായോ? ഒരു കുറ്റവും ചെയ്യാത്ത ഒരാള്, എന്റെ മകൻ വളരെ മാന്യനാണ്, അവൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാള്, ഒരിക്കലും അയാൾക്കെതിരെ ഈ ചെയ്യാത്തൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ അയാൾ എന്തിനാ പതർന്നേ? അയാളുടെ വീട്ടുകാരെന്തിനാ പതർന്നേ? അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരെങ്കിലും അയാളെ എതിർത്ത് പറയുമോ? എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് മറ്റവളുടെ അങ്ങനെയാണെന്നത് ചെയ്യണ്ടേ? അതിനകത്ത് കുറ്റക്കാരൻ ഓൾറെഡി ശിക്ഷ ഏറ്റുവാങ്ങി അയാൾ തന്നെ തീരുമാനിച്ച് മരിച്ച്, അയാൾക്ക് അത്ര വലിയ ഗിൽട്ടായിരിക്കും ഉണ്ടായത്. അയാൾക്ക് നാണക്കേട് തന്നെ ഉണ്ടായത്, മാനം നഷ്ടപ്പെടുകയാണ് ചെയ്തേക്കുന്നത്. അത് വരുത്തി തീർത്തത് ഈ വീഡിയോ മാത്രം. വീഡിയോയിൽ ഈ പറഞ്ഞ പെണ്ണ് ഉണ്ടാക്കി കൊടുത്ത വീഡിയോയിൽ ഈ നാട്ടുകാരുടെ പ്രതികരണവും പോലീസ് ഏറ്റെടുത്തിട്ട് ഇത് ഇയാളെ ജയിലിലിടും എന്നുള്ള മുഴുവൻ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അയാൾക്ക് ഉണ്ടാകുന്ന പ്രേരണ. അല്ലാതെ ആ വീഡിയോ എടുത്ത പെണ്ണ് മാത്രമാണോ അപ്പൊ പ്രേരിപ്പിച്ചേക്കുന്നത്? എന്തൊരു വിട്ടിട്ടായി പറയുന്നത്? അയാൾ എന്തിനായിരിക്കും മരിക്കുന്നത്? അയാൾ എന്തിനാ പേടിക്കുന്നത്? അയാളുടെ മാനം പോകുന്നത് എപ്പോഴാ? ആ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമൊന്നുമല്ല, അയാളെ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. നാളെ വാർത്തകളിൽ മുഴുവനും അയാളെ തെറി വിളിക്കും, സോഷ്യൽ മീഡിയ മൊത്തം അയാളെ തെറി വിളിക്കും. പിന്നെ അതുപോലെ തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് അകത്തിടും. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മറ്റേ മെൻസ് അസോസിയേഷൻകാരും ഈ പ്രാവശ്യം രാഹുൽ ഈശ്വരും ഉണ്ട്, അവനും കൂടെ വന്ന് മാല ഇടുമെന്ന് പേടിച്ചിട്ടാണ് മരിച്ചേക്കുന്നത്. ഇപ്പൊ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടും പോലും അവന്മാർ വെറുതെ വിടുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക എന്തൊരിക്കും അവസ്ഥയെന്ന്. അതുകൊണ്ട് മരിച്ചതാണ്. അത്രയും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അയാളുടെ പെർസ്പെക്റ്റീവ് ഞങ്ങൾ ആലോചിക്കണം. അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്ന? അയാൾ എപ്പോഴാണ് എത്ര നേരം ഇരുന്ന് ആലോചിച്ച് കാണും, അയാളുടെ ടെൻഷൻ കൂടി കാണും. അങ്ങനെ അത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടുന്ന ഒരു മാനസികാവസ്ഥ അയാൾക്കുണ്ട്. അയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. അയാൾക്ക് ഇതൊരു പർട്ടിക്കുലർ ഡിസോർഡർ തന്നെയാണ്. ഈ ബാഗ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ പൊക്കിയിട്ട് ഇങ്ങനെ 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 പൊക്കിയാൽ ഇത് ഇങ്ങോട്ടേ വരത്തുള്ളൂ. ഈ പുറയിൽ എങ്ങനെ പോകുന്നത്? ഇങ്ങനെ പൊക്കുന്നത്. അതായത് ഇങ്ങനെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തിൽ പെണ്ണിന്റെ കൈ കണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് അയാൾ ഇങ്ങനെ പൊക്കി അങ്ങ് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. അതൊരു അബ്നോർമൽ നിപ്പാ. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ബാഗ് തൂക്കി. അയാൾക്ക് നേരെ ഇങ്ങനെ കെട്ടി പിടിച്ച് നിന്നാൽ പോരെ? അങ്ങനെ വെച്ചിരുന്ന ബാഗ് എന്തിനാ ഒരു പെണ്ണെടുത്ത് വരുമ്പോൾ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ പുറകെ വരുന്നേ? ഇങ്ങനെ പുറയിൽ. അടുത്ത പ്രാവശ്യം മറ്റേ പെണ്ണ് വന്നപ്പോൾ ഈ കയ്യിൽ ആ ബാഗ് വന്നിട്ട് ആ കൈ ഇങ്ങനെ തട്ടുന്നു, ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകുന്നു. അയാൾ പോകേണ്ട വഴി ഇതാണ്. അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കി, ബസിന്റെ ഡോറിലേക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എടുക്കാതെ തൊട്ട് മുന്നിൽ കളങ്കളം ഷർട്ടിട്ട് വേറെ നിൽപ്പുണ്ട്. അതിനിടയിൽ ഈ പെണ്ണിന് ഈ ബാഗ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം ആ ബാഗ് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഇത്രയും നോക്കത്തുള്ള ആൾ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അയാൾ ഇങ്ങനെ തിരിയും, എന്നിട്ട് ഇടങ്ങാനിട്ട് ഇങ്ങനെ നോക്കും. അതാ പുള്ളി ചെയ്യുന്നത്. പുള്ളി നോക്കത്തില്ല, പുള്ളിയെ മുഖം കണ്ടിട്ടില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവാ. അതൊരു പ്രത്യേകതര ആനന്ദമാണ്. ഇങ്ങനെയുള്ളവർ അങ്ങനെയാ. ഇതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. സെന്റിമെന്റ്സും ഒക്കെ പിടിച്ചോണ്ടിരുന്നോണ്ട് ഓക്കെ അമ്മ കരഞ്ഞതും കണ്ട് ഇനി ഒരു 3-4 വേറെ ആൾക്കാർ സിഞ്ചിത അടക്കമുള്ളവർ കരയുമ്പോൾ നിങ്ങളെന്താ ഈ ഒരു വീട്ടുകാരുടെ കണ്ണുനീര് കാണാത്ത? അല്ലെങ്കിൽ അവർക്ക് എന്താ അപ്പനും അമ്മയൊന്നും ഇല്ല, അവർക്ക് മകളെന്താ അത്ര മോശമായിട്ട്? അവരുടെ മകൾ ഒരിക്കലും തെറ്റുകാരിയായിട്ട് അവർക്ക് തോന്നത്തില്ല. അങ്ങനെ അവരുടെ വീട്ടുകാർ തോന്നിയിട്ടുണ്ടെങ്കിൽ സിഞ്ചിത വീട് മാറി താമസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെയല്ലല്ലോ ചെയ്യുന്നേ. എങ്ങനെ ശരിയാന്നേ? എടാ അയാൾ അറിയാതെ മുട്ടുന്നത് അറിഞ്ഞുകൊണ്ട് മുട്ടിക്കുന്നത് കണ്ടാ അറിയാം. അറിയാതെ മുട്ടിയതായിരിക്കുമെന്ന്. അറിയാതല്ല മുട്ടുന്നത്. അറിയാത്ത മുട്ടുകളും അറിഞ്ഞുകൊണ്ടുള്ള മുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബസ് ഒന്ന് കുലുങ്ങിയോ ഒലയോ ചെയ്തിരുന്നെങ്കിൽ, ബസ് ഒരു ഗട്ടറിൽ ചാടിയിരുന്നെങ്കിൽ, ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള സമയത്ത് വന്ന് മുട്ടുന്നതാണെങ്കിൽ ഇയാൾ മാത്രമല്ല സിംജിത അനങ്ങാതെ നിൽക്കും. അനക്കമില്ല ബസ്സിന്. മുന്നിൽ നിൽക്കുന്നവർ ആരും ആടി ഒലയുന്നില്ല. ഇയാൾ മാത്രം ഇങ്ങനെ വന്നു പോകുന്നതിനകത്ത് അറിയാതെയാണ് സംഭവിക്കുന്നത്. ആ മറ്റേ പെണ്ണ് നിൽക്കുമ്പോഴും അറിയാതെ കൈ അങ്ങനെ ഇങ്ങനെ പൊസിഷനിൽ ബാഗ് വെക്കാൻ പറ്റുന്നത്, എന്നിട്ട് ഇങ്ങനെ പൊക്കുന്നത്. ഇവിടെ വരെ നീ കാണുന്നില്ലേ ബാഗ് അയാളുടെ ഇരിക്കുക? അത്രയും പൊക്കിയൊക്കെ ബാഗ് പിടിക്കേണ്ട ആവശ്യം എന്തുവാ? അത് താഴെ തൂക്കിയിട്ടിരുന്ന ബാഗല്ലേ, അല്ലാതെ വലിയ നീളമുള്ള സഞ്ചിയൊന്നും അല്ലല്ലോ ഇങ്ങനെ പിടിക്കാൻ. അയാളുടെ കയ്യിലിരുന്ന ബാഗ് അയാൾ ഇങ്ങനെയാണ് പിടിച്ചിരുന്നത്. അത് അത്രേ ഉള്ളൂ. അത് പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അനങ്ങാതെ അറിയാതെ. അപ്പൊ അയാൾ നേരത്തെ ആ ഷിംജിതയുടെ അടുത്ത് വന്നപ്പോൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് അതിന് മുമ്പും ചെയ്തത്.
അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ ബാഗ് കിടത്ത കൈയോട് പൊക്കിയിട്ട് ഇത് കാണിച്ചിട്ട് അറിയാത്ത ഇങ്ങനെ നോക്കി അപ്പുറത്ത് നോക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അയാൾ അപ്പുറത്ത് ഇടങ്ങനിട്ടാ നോക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, കൈ പൊങ്ങുന്നു, മുട്ടുന്നു. ഇപ്പുറത്ത് വരുന്നു, ഇങ്ങനെ നോക്കുന്നു, കൈ പൊങ്ങുന്നു, മുട്ടുന്നു, അറിയാത്ത പിന്നെ നേരെ തല, പിന്നെ അറിയത്തില്ല, പിന്നെ നേരെ അങ്ങ് പോകുന്നു. ഈ കള്ളത്തരൊക്കെ കണ്ടാൽ മനസ്സിലാവും, അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ വേറൊരു ഓപ്ഷൻ അതിനില്ല. ഒന്നുകൂടെ കാണിക്കാം, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്നുകൂടെ കാണാം. എന്താണേ അപ്പുറത്ത് നോക്കി, കണ്ടോ? നോക്കി കഴിഞ്ഞപ്പോൾ ബാഗ് പൊങ്ങുന്നു, തിരിഞ്ഞു നോക്കിയത് കണ്ടാന്നോ? എന്നിട്ട് പിന്നെ അറിയത്തില്ല, പിന്നെ അറിയാത്ത പോലെ നിൽക്കുന്നു, കാരണം ബാഗ് പൊക്കിയതാണല്ലോ. ഇപ്പൊ ഇയാൾ വീണ്ടും നോക്കുക, കണ്ടോണേ, അത് ഇടങ്ങണിട്ടാ നോക്കിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ ബാഗ് പൊങ്ങി അടുത്ത് വന്നു, നോട്ടവും പൊക്കലും ഒന്നിച്ചാണ് രണ്ടാമത്തെ പ്രാവശ്യം. ഇനിയും കാണും, 100 പ്രാവശ്യം കണ്ടാലും അത് നിങ്ങൾക്ക് മനസ്സിലാകത്തു. ഇത് കണ്ടോ, നോക്കി അവിടെ കണ്ടോ നോക്കിയത്. അത് കഴിഞ്ഞപ്പോൾ തൂക്കിയിട്ടിരുന്ന ബാഗ് കൈ പൊക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടോ? പിന്നെ കൈ അവിടെയാ. എടോ അതുൽ വ്ലോഗ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞ എനിക്കതെടുത്ത് പിടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ മറ്റേ ആ മാടപ്പള്ളി ഈടപ്പള്ളി ഏണ്ടൊക്കെ പറഞ്ഞ പൊട്ടന്മാരൊക്കെ പറഞ്ഞ വീഡിയോ എടുത്തിട്ടൊന്നും ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ല. കാരണം അത്രയും വലിയ വിടത്തിലൊക്കെ അതുൽ വ്ലോഗ്സ് ഒക്കെ മണ്ടനായിരിക്കും ചിലപ്പോൾ, എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. I should have watched that video first. She should have moved away while the video of her laughing and playing was being taken. Otherwise, she would have reacted at the spot. ഇതൊരു തെറ്റാ. ഇതാണ് ഇവിടുത്തെ വേറൊരു മണ്ടത്തിൽ ആരാണ് അടിച്ചു വിട്ടത്. അവള് പറഞ്ഞത് എന്നാണെന്നറിയോ? ആ പെണ്ണ് വേറെ അപ്പുറത്ത് നിന്ന പെങ്കൊച്ചിനെ ആദ്യം ഇങ്ങനെ മുട്ടിയപ്പോൾ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ട്, അവർക്ക് റിയാക്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളാണ്. അല്ലെ അങ്ങനെയാണ് കൂടുതൽ പെണ്ണുങ്ങളും, സ്ത്രീകളെ അറിയാലോ, അവരങ്ങനെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരത്തില്ല. അപ്പോൾ സിന്ധു എന്ത് ചെയ്യുന്നു? വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ആ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് കാണാൻ പറ്റി, ഇവിടെ നിന്ന് കൈയാവത്ത് പോകുന്നൊക്കെ കണ്ട് കാണും. പക്ഷെ അത് അത്ര ക്ലിയർ അല്ല. അത് വെച്ചോണ്ടൊന്നും ഇപ്പൊ നമുക്കിത് തെളിയിക്കാൻ പറ്റത്തില്ല. അവൾ പുറകെത്തിയപ്പോ അവൾ വീണ്ടും ഷൂട്ട് ചെയ്തതും അറിയാതെ അവൻ വീണ്ടും അതേ സാധനം കാണിച്ച്. അതുകൊണ്ടാണ് ഇത് അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്തിരുന്ന ഒരു പഴം അറിയത്തില്ല. അവരുടെ ബസിന്റെ CCTV നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്ന് ബസ് ഡ്രൈവറും കിളിയിൽ നിന്ന് പറയുന്ന വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? അപ്പൊ ഷിംജിത കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അവൾക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ റിയാക്ട് ചെയ്യാനല്ല ആ വീഡിയോ എടുത്തത്, അവളത് കാണിക്കാൻ തന്നെ എടുത്തതാണ്. അങ്ങനെ കാണിക്കണ്ടേ? അയാളത് ചെയ്യും, അയാളത് കാണാതെയാണ് അവൾ എടുക്കുന്നത്. അയാൾ കണ്ടില്ല അവൾ എടുക്കുന്നത്. അയാൾ കണ്ടിരുന്നാൽ അയാൾ ചെയ്യാതെ പോവുകയും ചെയ്തേ. അല്ലാതെ മുട്ടിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്നില്ല. അവളത് പറഞ്ഞു, ഞാനിത് അയാളുടെ വീട്ടുകാർ കാണട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ അറിയട്ടെ എന്ന് കരുതി തന്നെ ഇട്ട വീഡിയോ ആണ്. അതിന് വീഡിയോ ഉണ്ടാക്കിയതാണ്, അല്ല റീച്ച് കിട്ടാനല്ല. ഇനി റീച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ കാര്യത്തിൽ വീണ്ടും വരുന്ന പ്രശ്നമാണ്. ഷിംജിതയല്ല അപ്പൊ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് റീച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? റീച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്ത ഉടനെ വരുന്ന വെറുതെ ഓട്ടോമാറ്റിക് സാധനമല്ല. ഈ മനുഷ്യർ കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതിനെപ്പറ്റി കമന്റ് പഠിച്ച് ഇതങ്ങ് വൈറലാക്കുന്നതാണ്. അതിന് അങ്ങനെ ചെയ്തിട്ട് അത് റീച്ച് കിട്ടുന്ന സാധനമാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ആരുടെ കുഴപ്പമാണ്. നാട്ടുകാരാണ് ഇത് കുഴപ്പമാക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന ഒരു ചക്കയുടെ വീഡിയോ എടുത്തിട്ട് എത്ര അങ്ങോട്ട് റീച്ച് ഒന്നും വരത്തില്ല. അല്ലെ ചുമ്മാ ആ പെങ്കൊച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റീച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനാരാ ഉത്തരവാദി? ആ വീഡിയോ എടുക്കുന്ന ആളാണോ? വീഡിയോ എടുക്കുന്ന ആളെ അത്രയും പ്രേരിപ്പിച്ചിട്ടില്ലേ നാട്ടുകാരെല്ലാം കൂടെ? വീഡിയോ എടുക്കൂ, ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിക്കും, ഞങ്ങൾ എല്ലാവരും നിന്നെ പ്രോത്സാഹിപ്പിക്കും, നീ സൂപ്പർ ആക്കി തരാം, നിനക്ക് റീച്ച് കിട്ടും, നീ ഭയങ്കര സെലിബ്രിറ്റി ആവും, നിന്നെ നാളെ മീഡിയയിലൊക്കെ എടുത്തോണ്ട് പോകും, ഇത് മസ്താനിയെ പോലാവാം എന്നൊക്കെ ആരാ കാണിച്ചു കൊടുത്തത്? അതപ്പോ ആരാ അതിന്റെ ഉത്തരവാദി? എന്താ പറയുക, ഐ ആം എ പെന്നിലെസ്, ഐ ആം നോട്ട് മേക്കിംഗ് വീഡിയോസ് ഫോർ പീപ്പിൾ ടു വാച്ച്. റിയൽ ആയിരുന്നു. ആംഗിൾ ചിരിച്ചിട്ടാണോ ഡിഫറെന്റ് ആംഗിളിൽ 8 മിനിറ്റ് വീഡിയോ എടുക്കുക? ഡോണ്ട് ഫൂൾ എവരി വൺ. ആരുടെ കാര്യം പറയുന്നത്? ഇറ്റ്സ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ദ പേഴ്സൺ ഹു പോസ്റ്റഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ളവരെല്ലാം ഫോൾട്ടാണ്. ആ ഫോൾട്ട് നിങ്ങൾക്ക് ആർക്കും ഇതുവരെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഒരാൾ മരിച്ചപ്പോഴല്ലേ മനസ്സിലായത്. മരിച്ചാൽ കുഴപ്പം, മരിച്ചില്ലേ കുഴപ്പമില്ലെന്നാണോ? ഇനി വീഡിയോ എടുക്കാവോ? അപ്പൊ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കാൻ ഒരു പണിയുണ്ട്. ഇത് പോലീസുകാർ ഇങ്ങനെ വീഡിയോ കണ്ട അപ്പൊ തന്നെ ആ മരിക്കാൻ സാധ്യതയുള്ള ആളെ അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് കൗൺസിലിംഗും ട്രീറ്റ്മെന്റും കൊടുക്കണം. അല്ലെ സൂയിസൈഡ് ചെയ്യും. പെണ്ണുങ്ങൾ നിർത്തരുത്. പെൺകുട്ടികൾ ഇനിയും വീഡിയോ എടുക്കണം. ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല, ഇനി പോസ്റ്റും ചെയ്യണം. മാറ്റി പറയാം, എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പോഴേ പോലീസുകാർക്ക് ഒരു ഉണർവ് കിട്ടത്തുള്ളൂ. അവര് വന്ന് പിന്നെ ഈ പെൺകുച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇനിയിപ്പോ നിയമം ഉണ്ടാക്കുമായിരിക്കും ആരും വീഡിയോ എടുക്കരുതെന്ന്. വീഡിയോ അങ്ങനെ ആൾക്കാർ എന്നിട്ട് ഇനി വേറെ പെൺകൊച്ച് വീടണം എനിക്ക് ബസ് വെച്ച് ഇങ്ങനെ ചെയ്തു, എനിക്ക് പ്രതികരിക്കാൻ പോലും പറ്റാതിരുന്നിട്ട് വീട്ടിൽ ചെന്ന് ആത്മഹത്യ വീണ്ടും പറയാം എല്ലാവരും വീഡിയോ എടുത്തില്ല. ഇങ്ങനെയാണോ അതിന്റെ പരിപാടി? ഡിഡ് യു റീഡ് എന്നെ കമന്റിലില്ല. ഷീ യൂസ്ഡ് ഹിമ്മൻ. അല്ലല്ല, അങ്ങനെയല്ല. അതിനകത്ത് അങ്ങനെ ആണെങ്കിൽ തന്നെ അപ്പോഴും ഷിംജിതയേക്കാൾ ഉത്തരവാദിത്തമുള്ള ഇത് കാണാൻ റെഡിയായി പ്രോത്സാഹിപ്പിക്കാൻ ഇരിപ്പുണ്ട്. റീച്ച് കൂട്ടാൻ ഇങ്ങനത്തെ വീഡിയോക്ക് റീച്ച് കൂടുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയാൽ അത് ആരുടെ കുഴപ്പമാ? എടാ, if someone has a complaint, there are police and courts, not
കം ബാക്സ്. അതാണ് ഇവിടെ വേറെ പ്രശ്നം. ഈ പോലീസും കോടതിയൊന്നും ഇതിനു മുമ്പും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആരെ അഡ്വൈസ് ചെയ്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. അവർക്കൊരു ഐഡിയ ഇല്ല. ഈ പെണ്ണുങ്ങൾക്കൊന്നും അറിയത്തില്ല എന്താ അടുത്ത ആക്ഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് പോലീസുകാരെ ഇന്ന നമ്പർ വിളിച്ച് പറഞ്ഞ ഉടനെ പോലീസ് അവിടെ വരും, അവർ ഇയാളെ അറസ്റ്റ് ചെയ്യും, പിന്നെ അയാൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും വൈറലായ വീഡിയോകൾ ഉണ്ടല്ലോ. മറ്റേ സവാദ് 2 പ്രാവശ്യം കയറി പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ, പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പോഴെങ്കിലും അവരാരെങ്കിലും പറഞ്ഞോ, പോലീസുകാരെങ്കിലും പറഞ്ഞു ഇങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെ ഷിംജിത മാത്രം അറിയണം? ഇത് ഷിംജിത അല്ലാതെ വേറെ ഏത് പെണ്ണാണെങ്കിലും ഈ വീഡിയോ എടുക്കുമ്പോൾ അവളെ അറസ്റ്റില്ല. അതിന് ഷിംജിതയുടെ പൊളിറ്റിക്സോ, ഷിംജിതയുടെ ഡ്രസ്സിങ്ങോ, ഷിംജിതയുടെ മാരിറ്റൽ സ്റ്റാറ്റസോ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവിടെ റിലീജിയൻ, അവിടെ വേഷം, ഇതൊന്നും ബാധകമല്ല. അതിപ്പോ ഷിംജിതന് പകരം ഒരു ആതിരയാണെങ്കിലും ഒരു മേരി ആണെങ്കിലും ഇതേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ വേറെ ഐഡന്റിറ്റി ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. എനിവൺ. It is interesting to take a video with him. She didn't use him. She knows that if she posts a video, the local and family will make fun of her and kill her. So the neighbor could kill herself. We are the reason. Social media എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിന്റെ കാരണം പോലീസിന്റെ അനാസ്ഥയാണ് കേട്ടോ. പോലീസുകാർ വേണ്ട രീതിയിൽ ഇതുപോലത്തെ കേസുകൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് നാട്ടുകാർ ഇത് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് പുറത്തു പോലും അറിയത്തില്ല. അപ്പോൾ തന്നെ പോലീസ് നാളെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റും കൊടുത്തു.